ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ആകൃതിയാണ് ഉള്ളതെന്ന് നമ്മളെല്ലാം സ്കൂൾ ക്ലാസ്സുകൾ മുതലേ കേട്ടുവരുന്ന കാര്യമാണ്. ഇത് പരീക്ഷണങ്ങളിലൂടെയും തിയറികളിലൂടെയും തെളിയിച്ചിട്ടുള്ള കാര്യവുമാണ്. ഏതാണ്ട് BC 350 തന്നെ അരിസ്റ്റോട്ടിലാണ് ഇത് ആദ്യമായി സ്ഥാപിച്ചത്. ചന്ദ്രഗ്രഹണ സമയത്തുണ്ടാകുന്ന പ്രകാശവലയം ഒരു ഗോളാകൃതിക്ക് സമാനമായാണ് ഭൂമിയിൽ നിന്ന് വീക്ഷിക്കാൻ സാധിക്കുന്നതെന്നും ഭൂമിക്ക് ഗോളാകൃതിയാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. പിന്നീട് ഇറാസ്തോസ്തനീസ്, പൈതഗോറസ് തുടങ്ങി പലരും ഇതിന് പല തെളിവുകളും പ്രാചീന കാലത്ത് തന്നെ മുന്നോട്ട് വെച്ചു. എന്നിരുന്നാലും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആളുകളായിരുന്നു അന്ന് ഭൂരിഭാഗവും. ജോർജിയാനോ ബ്രൂണോ എന്നൊരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഭൂമി ഗോളാകൃതിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ലോക ജനസംഖ്യയുടെ 2% ഉണ്ട് എന്നതാണ് സത്യം. ഇത് ചെറിയൊരു സംഖ്യയല്ല കേട്ടോ. പരന്ന ഭൂമി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു CD ഡിസ്ക് പോലെ ഇരിക്കും. നാം ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവിക്കുന്നത് നേരെ താഴേക്കാണ്. ഏതൊരു ഒബ്ജക്റ്റും മുകളിലേക്ക് എറിഞ്ഞാൽ നേരെ താഴേക്ക് വരുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയുടെ സെൻറ്ററിലേക്ക് വസ്തുക്കളെ തള്ളുന്നത് കൊണ്ടാണ്. പരന്ന ഭൂമിയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഭൂമിയെ ഒരു CD ആയി ഉപമിച്ചാൽ അതിലെ ഹോൾ വരുന്ന ഭാഗമായിരിക്കും. ഭൂമിയിലെ വസ്തുക്കളെല്ലാം ഈ ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടും. അതായത് ഭൂമിയിലെ ജലം മുഴുവൻ ഈ ഗ്രാവിറ്റേഷണൽ പുൾ കൊണ്ട് 4 വശത്തു നിന്നും സെൻറ്ററിലേക്ക് ഒഴുകിയെത്തും. വശങ്ങൾ ജീവിക്കുന്നവർക്ക് ജലം ഒരു കിട്ടാക്കനിയായി മാറുമെന്ന് ചുരുക്കം. കെട്ടിടങ്ങളും നിർമ്മിതികളും ഇന്നത്തെ പോലെ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പരന്ന ഭൂമിയിൽ ഗ്രാവിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും ഒരു വാദമുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തെ, അതായത് ജീവവായുവായ ഓക്സിജൻ അടക്കമുള്ളവ ഉൾക്കൊള്ളുന്ന അന്തരീക്ഷത്തെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നേരെ താഴേക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വായുവിനെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്നത്. ഭൂമി പരന്നതായാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വശങ്ങളിലേക്കാവുകയും ഇത് വായുവിനെ മുഴുവൻ പരന്ന ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് തള്ളിക്കൊണ്ടു പോവുകയും ചെയ്യും. അതായത് ഭൂമിയുടെ വശങ്ങളിൽ ജലത്തെ പോലെ തന്നെ ഈ അന്തരീക്ഷവും ഇല്ലാതാകും. ഈ അന്തരീക്ഷം അഥവാ വായുമണ്ഡലം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാം. അതിനാൽ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം തന്നെ ശ്വാസവായു കിട്ടുന്ന മധ്യഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമെന്ന് ചുരുക്കം. വശങ്ങളിൽ വായുവില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് മാത്രം അനുഭവപ്പെടുന്ന രാവും പകലും ഭൂമിയിൽ അസ്ഥിരമാകും. അതുപോലെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങി യാതൊന്നും ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ആകാശത്തെ മുഴുവൻ ഒരുമിച്ച് കാണാനാകുന്നത് കൊണ്ട് വാന നിരീക്ഷകർക്ക് ഒരിടത്തിരുന്ന് തന്നെ വാനനിരീക്ഷണം നടത്താമെന്നതാണ് ഭൂമി പരന്നതായാലുള്ള ഒരു ഉപയോഗം. ചക്രവാളം പരന്ന് കാണപ്പെടും. കടലിൻ്റെ അനന്തതയിലേക്ക് നോക്കിയാൽ ഒരു ഗോളാകൃതി പോലെയല്ലേ കാണപ്പെടുന്നത്. കപ്പലുകളും മറ്റും ഈ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. ഇവ ഗോളത്തിൻ്റെ മറുവശത്തായി എന്നാണ് ഇതിനർത്ഥം. എന്നാൽ പരന്ന ഭൂമിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല. ചക്രവാളം ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ പോലെ കാണാൻ കഴിയും. അതിനുള്ളിലെ വസ്തുക്കളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിലെ ഇന്നത്തെ ഓരോ വിമാനയാത്രയും കപ്പൽ യാത്രകളും എല്ലാം സാധ്യമാകുന്നത് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും റെഫറൻസായി എടുത്തുകൊണ്ടാണ്. പരന്ന ഭൂമിയിലെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാവും. ഭൂമിയുടെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് വശങ്ങളിലേക്ക് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയൂ. നോർത്ത് പോളും സൗത്ത് പോളും ഇല്ലാത്തതിനാൽ തന്നെ യാത്രകൾക്ക് വളരെയധികം സമയം കൂടുതലും വേണ്ടിവരും. നാം ഫോണിലും മറ്റും ഉപയോഗിക്കുന്ന GPS സംവിധാനവും TV നെറ്റ്വർക്കുകളും ഇൻ്റർനെറ്റ് കണക്ഷനും എല്ലാം സാധ്യമാകുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു നിശ്ചിത ഓർബിറ്റുകളിൽ കറങ്ങുന്ന ഉപഗ്രഹങ്ങൾ വഴിയാണ്. ഉരുണ്ടതല്ലാത്ത ഒരു ഭൂമിക്ക് ഓർബിറ്റിൽ എന്നൊരു കൺസെപ്റ്റേ ഉണ്ടാകില്ല. സാറ്റലൈറ്റ് ഉപയോഗിച്ചുള്ള ഒരു സംവേദനവും നടക്കില്ല എന്ന് ചുരുക്കം. ഫോൺ, മൊബൈൽ, ഇൻ്റർനെറ്റ് എന്നിവ നമുക്ക് മറക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ നാം ഇന്ന് ജീവിക്കുന്നത് പോലൊരു ജീവിതം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതായി തന്നെ ഇരിക്കണം. പരന്ന ഭൂമിയിൽ നമുക്ക് ഈ ഒരു ജീവിതം സാധ്യമല്ല. എങ്കിൽ